നമ്മൾ KSUകാർ ചങ്കുറ്റമുള്ളവരാണ്. 500,000 വരുന്ന SFIക്കാർ തല്ലാനായിട്ട് വരുമ്പോൾ ചങ്കുറ്റത്തോടെ അവർ നേരിടുകയാണെങ്കിൽ ചങ്കുറ്റം KSUക്കാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അങ്ങോളം ഏതൊക്കെ പാർട്ടി വന്നാലും MSFും SIയും ABP പോലുള്ള തുക്കട പാർട്ടികൾ വന്നാലും KSU എന്ന പ്രസ്ഥാനം എന്ന് ഇന്ദ്രനീലക്കൊടി പാലിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അക്രമം നടത്തിയും അനീതി നടത്തിയും കേരളത്തിന്റെ ക്യാമ്പസുകൾ ചോരക്കളാക്കുന്ന SFIയുടെ ഗുണ്ടകളെ നിലക്കി നിർത്താൻ KSUക്കാർക്ക് ചങ്കൂറ്റമില്ലാഞ്ഞിട്ടല്ല. KSU പ്രവർത്തകർ ആഞ്ഞടിച്ചാൽ തീരാവുന്ന SFIക്കാരൊക്കെ ഉള്ളൂ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ. പക്ഷേ KSU കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂവുന്ന സുഹൃത്തുക്കളെ, താങ്ക് യു, നിങ്ങൾ കൂടിക്കോളൂ. പ്രിയപ്പെട്ടവരെ, കൂവുന്നവർ കൂവട്ടെ, കൈയടിക്കുന്നവർ കൈയട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, ഞാൻ ചങ്കുറ്റുള്ള KSUക്കാരനാണ്. നമ്മൾ KSUക്കാർ ആൾപടത്തിലല്ല, നമ്മൾ 1-2 പേർ അണിഞ്ഞിരുന്നാലും ഒരു ആൾക്കൂട്ടത്തിന്റെ ശക്തിയാണ്. അത് തിരിച്ചറിയാൻ ഈ ക്യാമ്പസിന് വരുന്ന ഇലക്ഷൻ നിങ്ങൾ കണ്ടു നോക്കൂ. വരുന്ന ക്യാമ്പസിലെ ഇലക്ഷൻ നടക്കുമ്പോൾ KSUക്കാർ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും. ആ മത്സരത്തിന് ശേഷം ഈ ക്യാമ്പസിൽ ഈ MES കൊല്ലടി കോളേജിന്റെ ക്യാമ്പസിൽ ഒരു കൊടിയുയർന്നുണ്ടെങ്കിൽ അത് KSU. കാരണം ഈ കാണുന്ന ജനക്കൂട്ടം ഇവിടുത്തെ കാലാകാലങ്ങളായി ക്യാമ്പസിനെ അക്രമത്തിലേക്ക് നടത്തുന്ന SFIയുടെ ഗുണ്ടകൾക്കെതിരായിട്ടുള്ള ഒരു ജനക്കൂട്ടമാണിത്. അത് ഉപയോഗിക്കുമ്പോൾ SFI എന്ന സംഘടനയുടെ നടുവകിന്റെ ആ ശവപ്പെട്ടിയിലെ അവസാനത്താണ് ആ ഇലക്ഷനിൽ ആഗ്രഹിച്ച് KSU എന്ന സംഘടന ഈ ക്യാമ്പസിന്റെ വിരിമാറിൽ ഇന്ദ്രനീലക്കൊടി പാലിച്ച് പാടിക്കളിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണ്ട. കുറുവടിയും ബോംബും കത്തിയും വടിവാളുമായി നമ്മളെ നേരിടാൻ വരുന്ന SFIക്കാർക്കാണ് സത്യത്തിൽ ധൈര്യമില്ലാത്തത്. കൈകൊണ്ട് നേരിടാൻ നിന്ന് നേരെ പോകുമെന്ന് അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ക്യാമ്പസുകൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ KSUവിന്റെ ചെയർമാനെ തല്ലി തകർത്തപ്പോൾ, തലകല്ലി പൊളിച്ചപ്പോൾ SFIയുടെ പ്രവർത്തകർ തിരിച്ചടിയൊക്കെ വാങ്ങിച്ചു. പക്ഷേ KSUക്കാർ എന്നും ഉറച്ചു നിൽക്കുന്ന അഹിംസ അല്ലെങ്കിൽ സത്യസന്ധത, അതുകൊണ്ടാണ് കേരളത്തിൽ